എടോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇരുന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഈ നാഷണൽ ഹൈവേ ലോകാവസാനം വരെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല, സാധിക്കുമായിരുന്നില്ല. ഏത് ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങളായാലും ന്യായാന്യായവും നീതിയും നോക്കിയാണ് CPIM നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ പാർട്ടിക്ക് വലിയ വേരോട്ടമൊന്നുമില്ല. അവിടുത്തെ മുസ്ലിങ്ങളെ അന്യായമായി അകാരണമായി BJPയുടെ നേതൃത്വത്തിലുള്ള അവിടുത്തെ ഡെവലപ്മെന്റ് അതോറിറ്റി, ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റി കുടിയൊഴിപ്പിക്കുന്ന ഘട്ടത്തിൽ ആ JCBയുടെ മുന്നിൽ ചെന്ന് ധൈര്യസമേതം ഇത് ചെയ്യരുത് എന്ന് പറയാൻ സഖാവ് ബൃന്ദ കാരാട്ട് മുന്നോട്ട് വന്നത് അവിടെ CPIM മത്സരിക്കുമ്പോൾ അവിടുത്തെ മുസ്ലിങ്ങളുടെ മുഴുവൻ വോട്ട് കിട്ടണം എന്നുള്ള പ്രതീക്ഷയിലല്ല. അവിടെ മുസ്ലിം ജനവിഭാഗത്തോട് ചെയ്തത് കൊടും ക്രൂരതയാണ്. അതുകൊണ്ട് അതിനെ ഞങ്ങൾ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കും എന്നായിരുന്നു CPIMന്റെ സമീപനം. കോടതിയിൽ പോയി ഒരു വിധി സമ്പാദിച്ചു. ആ വിധിയുടെ കോപ്പിയുമായി JCBയുടെ തുമ്പിക്കൈന്റെ മുന്നിൽ ചെന്ന് നിന്ന് അരുത് എന്ന് പറയാൻ സഖാവ് ബൃന്ദ കാരാട്ട് കാണിച്ച സ്ഥൈര്യം മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർക്ക് എന്തേ ഉണ്ടാകാതെ പോയത്? ഇന്ത്യ മഹാരാജ്യത്ത് അത്തരം ഒരു നിലപാട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മുസ്ലിം ലീഗ് എടുത്തിട്ടുണ്ടോ, കോൺഗ്രസ് എടുത്തിട്ടുണ്ടോ? ഗുജറാത്തിൽ കലാപം നടന്നു. കലാപബാധിത പ്രദേശം സന്ദർശിക്കാൻ മുഴുവൻ പാർട്ടികളുടെ നേതാക്കന്മാരും ഉടനടി പോകണമെന്ന് ആദ്യമായി ആവശ്യപ്പെടുന്നത് ഇടതുപക്ഷ പാർട്ടികളാണ്. അങ്ങനെയാണ് ഓൾ പാർട്ടി ഡെലിഗേഷൻ ഗുജറാത്ത് സന്ദർശിക്കുന്നത്. ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നമുക്കറിയാം, കോൺഗ്രസിന്റെ 10 വർഷക്കാലം MP ആയിരുന്ന എഹ്സാൻ ജഫ്രി എന്ന് പറയുന്ന നേതാവിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ അഭയം തേടിയ 60 മനുഷ്യരെ അടക്കം ആ വീട്ടിലിട്ട് പച്ചക്ക് ചുട്ടുകൊന്നു. എഹ്സാൻ ജഫ്രി തന്റെ വീട് സംഘ് പരിവാരങ്ങൾ, ഹിന്ദുത്വ തീവ്രവാദികൾ തന്നെയും തന്റെ വീട്ടിൽ അഭയം തേടിയവരെയും കൊല്ലാൻ വേണ്ടി വളഞ്ഞിരിക്കുന്ന വിവരം അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ നേതാക്കന്മാരെയും വിളിച്ചറിയിച്ചു. അതിൽ അന്നത്തെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി ഉണ്ടായിരുന്നു, കോൺഗ്രസിന്റെ നേതാവ് സോണിയാഗാന്ധി ഉണ്ടായിരുന്നു. ആരും അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി മുതിർന്ന് മുന്നോട്ട് വന്നില്ല. അതിന്റെ ഫലം എഹ്സാൻ ജഫ്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ വീട്ടിൽ അഭയം തേടിയവരും നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ടു, പച്ചക്ക് ചുട്ടുകൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, അവരെ വിപാടനം ചെയ്യാൻ വേണ്ടി എത്ര ക്രൂരമായ നരനായാട്ടാണ് അവിടുത്തെ സർക്കാരിന്റെ പിന്തുണയോടുകൂടി RSSകാരും BJP സംഘവും നടത്തിയത്. അതിനെതിരായി ശക്തമായി ശബ്ദിക്കാനും സ്ഥലം സന്ദർശിക്കാനും ആരാ മുന്നോട്ട് വന്നത്? CPIMന്റെ MPമാരുടെ ഡെലിഗേഷൻ അല്ലാതെ. മണിപ്പൂരിൽ പ്രശ്നം കത്തി നിൽക്കുന്ന ഘട്ടത്തിൽ ഏത് പാർട്ടിയുടെ നേതാക്കന്മാരാണ് പോയത്? കോൺഗ്രസ് നേതാക്കന്മാർ ഡൽഹിയിലെ AICC ആഫീസിലിരുന്ന് പ്രസ്താവനകൾ നടത്തുക എന്നതിനപ്പുറം അവിടം സന്ദർശിക്കാൻ എന്നാണ് തയ്യാറായത്? ഒരു വിഷയത്തിലും നല്ല ഒരു നിലപാട് സ്വീകരിക്കാൻ, ശക്തമായ ഒരു നടപടി സ്വീകരിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സംഭവം ഇല്ലായിരുന്നു എങ്കിൽ നരേന്ദ്രമോദി ഇന്ത്യയിൽ പ്രധാനമന്ത്രിയുടെ കസേരയിലേക്ക് വരുമായിരുന്നില്ല എന്ന് നിരീക്ഷിക്കുന്ന പണ്ഡിതന്മാർ ഏറെയാണ്. ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന ദിവസം 1992 ഡിസംബർ 6 തീയതി ആരായിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി? കോൺഗ്രസുകാരനായ നരസിംഹറാവു. അന്ന് അദ്ദേഹം ബാബറി മസ്ജിദ് തകർക്കാൻ വന്ന LK അദ്വാനിയുടെയും ഉമാഭാരതിയുടെയും നേതൃത്വത്തിലുള്ള സംഘ് പരിവാർ ആക്രമണ കൂട്ടത്തെ ഇന്ത്യയുടെ പട്ടാളത്തെ ഉപയോഗിച്ച് തടഞ്ഞിരുന്നു എങ്കിൽ BJPക്ക് ഇത്ര വലിയ രാഷ്ട്രീയമായിട്ടുള്ള മേൽക്കൈ ഇന്ത്യയിൽ കിട്ടുമായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ. മാലിദ്വീപിൽ അവിടുത്തെ പ്രസിഡന്റായിരുന്ന ഖയ്യൂമിനെ ഒരു സംഘം തീവ്ര സ്വഭാവമുള്ള ആളുകൾ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. ആ സമയത്താണ് ഇന്ത്യയുടെ പട്ടാളം അവിടേക്ക് ഇരച്ചു ചെന്ന് ഖയ്യൂമിനെ സ്ഥാനഭ്രഷ്ടമാക്കിയ അതേ സ്ഥലത്ത് അദ്ദേഹത്തെ പുനഃപ്രതിഷ്ഠിച്ച് എല്ലാ തീവ്ര സ്വഭാവമുള്ള ആളുകളെയും തുരത്തി 3 മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ തിരിച്ചെത്തിയത്. ഇന്ത്യയുടെ ശക്തിയുടെ ഊക്കാണ് അന്ന് നമ്മൾ കണ്ടത്. 1992 ഡിസംബർ 6 തീയതി ബാബറി മസ്ജിദ് തകർക്കാൻ വേണ്ടി ഈ വർഗീയവാദികളായിട്ടുള്ള സംഘ് പരിവാരങ്ങൾ ഇരച്ചു വന്നപ്പോ ഇന്ത്യയുടെ 1000 പട്ടാളക്കാരെ തോക്കുകൊടുത്ത് ബാബറി മസ്ജിദിന്റെ ചുറ്റും നിരത്തി നിർത്തിയിരുന്നു എങ്കിൽ ഒരാളും ആ ആരാധനാലയത്തിന്റെ മസ്ജിദിന്റെ അങ്കണത്തിലേക്ക് കാലെടുത്തു വെക്കുമായിരുന്നില്ല. ബാബറി മസ്ജിദ് ഇന്ത്യൻ പട്ടാളത്തെ നോക്കുകുത്തിയാക്കി പൊളിക്കാൻ, അതിന്റെ കുംഭഗോപുരങ്ങൾ തകർത്തെറിയാൻ BJPക്ക് സാധിച്ചത് അവരെങ്ങനെയാണ് മാർക്കറ്റ് ചെയ്തത്? അവര് രാജ്യത്തുള്ള ജനങ്ങളോട് പറഞ്ഞത്
ഇന്ത്യൻ പട്ടാളത്തെ ഞങ്ങൾ നോക്കുകുത്തിയായി ബാബറി മസ്ജിദ് നിലംപരിശാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യം ഞങ്ങൾ പിടിക്കും. ഇന്ദ്രപ്രസ്ഥയിൽ ഞങ്ങളുടെ പ്രധാനമന്ത്രി വൈകാതെ അധികാരം കൈയാളും. സത്യത്തിൽ ആ പ്രസ്താവന ഇന്ത്യയുടെ അങ്ങോളം ഇങ്ങോളമുള്ള BJP പ്രവർത്തകരെയും BJP അനുകൂലികളെയും ആവേശം കൊള്ളിച്ചു. പറയുന്നത് ശരിയല്ലേ എന്നവർ ചിന്തിച്ചു. അങ്ങനെ BJPക്കാർക്ക് ഇന്ത്യൻ പട്ടാളത്തെ നിർവീര്യമാക്കി രാജ്യത്തിന്റെ താല്പര്യമെന്ന വ്യാജേന സംരക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാക്കാൻ സാഹചര്യം ഒരുക്കി കൊടുത്തത് കോൺഗ്രസ് ആണ്. ആ കോൺഗ്രസ് അതിന്റെ പ്രയാസവും ബുദ്ധിമുട്ടുമാണ്, രാഷ്ട്രീയ പ്രതിസന്ധിയുമാണ് ഇന്നും അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നരസിംഹറാവു ചെയ്ത മഹാപാതകത്തിന്റെ വില കോൺഗ്രസ് ഇനിയും എത്ര കാലം നൽകേണ്ടി വരും എന്നുള്ളത് കണ്ടറിയണം. ഇപ്പോൾ തന്നെ 11 വർഷം അത് നൽകിക്കഴിഞ്ഞു. ഇനി എത്ര നാൾ, ഇനി എത്ര വർഷം? മതനിരപേക്ഷതയിൽ വെള്ളം ചേർത്താണ് കോൺഗ്രസ് ഇക്കാലം അത്രയും മുന്നോട്ട് പോയത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ മരണശേഷം കോൺഗ്രസ് മതേതരത്വത്തെയും സോഷ്യലിസത്തെയും പതിയെ പതിയെ കൈയൊഴിക്കാൻ വേണ്ടി തുടങ്ങി. അവർ ഹിന്ദുത്വ ശക്തികളോട്, മതാന്ധതയുടെ ശക്തികളോട് സമരസപ്പെടാൻ ആരംഭിച്ചു. അതിന്റെ തുടർച്ചയാണ് ഇന്നും കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭയിൽ വിവാദപരമായിട്ടുള്ള പല നിയമ നിർമ്മാണങ്ങളും നടക്കുകയുണ്ടായി. ആ സമയത്തൊക്കെ എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? കശ്മീരിന്റെ 370-ാം വകുപ്പ് എടുത്തു കളഞ്ഞു. കാശ്മീർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര സമയത്ത് അവർക്കിഷ്ടമുള്ള നിലപാട് സ്വീകരിക്കാൻ അവകാശമുണ്ടായിരുന്ന ഘട്ടത്തിലാണ് ഞങ്ങൾ ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് അവിടുത്തെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി ഷേഖ് അബ്ദുള്ളക്ക് ചിട്ട് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഷേഖ് അബ്ദുള്ള കശ്മീർ പാകിസ്ഥാന്റെ കൂടെയല്ല, ഇന്ത്യയുടെ കൂടെയാണ് നിൽക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രഖ്യാപിച്ചത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഷേഖ് അബ്ദുള്ള നടത്തിയതിനും ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ ഒരു സ്വതന്ത്ര രാജ്യമായി നിൽക്കണമോ അതല്ല പാകിസ്ഥാന്റെ കൂടെ പോകണമോ ഇന്ത്യയുടെ ഭാഗത്ത് അണിചേർന്ന് നിൽക്കണമോ എന്നീ 3 ചോദ്യങ്ങൾ ഒരു ജനതയുടെ മുന്നിൽ ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ ആ സമൂഹം ഇന്ത്യയുടെ പക്ഷത്ത് നിൽക്കാൻ തീരുമാനിച്ചതിന് ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് കൊടുത്ത സമ്മാനമായിരുന്നു 370-ാം വകുപ്പ്. ഇന്ന് നമ്മൾ 370-ാം വകുപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് വലിയ പ്രസക്തിയും പ്രാധാന്യവും ഒന്നും കാണില്ല. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് കാശ്മീരിലെ ജനങ്ങൾക്ക് ബ്രിട്ടീഷുകാര് എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള അവകാശം നൽകി. ആ അവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ തീരുമാനിച്ചു ഇന്ത്യയുടെ കൂടെ നിൽക്കണം. അങ്ങനെ ധീരമായ, പക്വമായ, നയതന്ത്രപരമായ ഒരു തീരുമാനം കശ്മീർ ജനത കൈക്കൊണ്ടതിന്റെ വെളിച്ചത്തിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ദേശീയ നേതാക്കന്മാർ കശ്മീരിന് പ്രത്യേകമായിട്ടുള്ള ഒരു പദവി സമ്മാനിച്ചത്. ആ പദവിയുടെ എടുത്തുകളയൽ ആ ജനതയോട് ചോദിച്ചതിന് ശേഷം ആകാമായിരുന്നല്ലോ. അതിനെന്തേ BJP തയ്യാറാകാതിരുന്നു? കേന്ദ്ര സർക്കാർ എന്തേ അതിന് മെനക്കെട്ടില്ല? എന്തായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്? ആ ബില്ല് പാർലമെന്റിൽ വന്നപ്പോ കോൺഗ്രസ് BJPക്ക് അനുകൂലമായിട്ടാണ് നിന്നത്. 370-ാം വകുപ്പ് റദ്ദ് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല എന്ന സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു. 3 തന്റെ ഭാര്യയെ വിവാഹമോചനം നടത്തുന്ന, 3 തലാഖും തന്റെ ഭാര്യയെ ഒരുമിച്ച് ചൊല്ലുന്ന മുസ്ലിം പുരുഷന് മാത്രം ശിക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നിയമനിർമ്മാണം, അതാണ് മുത്തലാഖ് ബില്ല്. ആ ബില്ല് ഇന്ത്യയുടെ പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ അതിനെയും കോൺഗ്രസ് എതിർക്കാൻ തയ്യാറായില്ല. അന്ന് CPIM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ആയിരുന്ന സിത്താറാം യെച്ചൂരിയാണ് ചോദിച്ചത്, വെദർ ഇറ്റ് ഈസ് സിംഗിൾ ഓർ ട്രിപ്പിൾ തലാഖ്, ഇറ്റ് ഈസ് ഡിവോഴ്സ്. ഒരു മുസ്ലിം പുരുഷൻ തന്റെ ഭാര്യയെ 1 തലാഖാവട്ടെ, 2 തലാഖാവട്ടെ, 3 തലാഖാവട്ടെ ചൊല്ലുന്നത് അടിസ്ഥാനപരമായി വിവാഹമോചനമാണ്. മുസ്ലിം പുരുഷൻ തന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്താൽ മാത്രം എന്തിനയാളെ ജയിലിൽ ഇട്ട് ശിക്ഷിക്കണം? എല്ലാ പുരുഷന്മാരും, എല്ലാ മതവിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നിയമം ബാധകമാക്കാത്തത്? ഇത് മുസ്ലിം ജനവിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് പീഡിപ്പിക്കുവാനുള്ള BJP സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ്. എന്തുകൊണ്ട് മറ്റു മതസ്ഥരായ തന്റെ ഭാര്യയെ വിവാഹമോചനം ചെയ്യുന്നവർക്ക് 2 വർഷത്തെ ശിക്ഷ ഉറപ്പുവരുത്തുന്നില്ല? മറ്റു മതസമുദായങ്ങളിലെ പുരുഷന്മാർ വിവാഹമോചനം നടത്തുന്നത് ഒരു സിവിൽ കേസാണെങ്കിൽ
മുസ്ലിം പുരുഷൻ വിവാഹമോചനം നടത്തുന്നത് ഒരു ക്രിമിനൽ കേസാക്കി മുത്തലാഖ് ബില്ല്. അതിനെയും കോൺഗ്രസ് എതിർത്തില്ല. ശക്തമായി അതിനെ എതിർത്തത് CPIM ആണ്. NIA നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമത്തെ എതിർത്തില്ല എന്ന് മാത്രമല്ല, BJPയുടെ കൂടെ അതിനെ അനുകൂലിച്ച് വോട്ട് രേഖപ്പെടുത്തി കോൺഗ്രസ്. അമിത്ഷാ ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്: NIA ബില്ലിനെ എതിർക്കുന്നവരാരാണെന്ന് കാണട്ടെ, അവരായിരിക്കും രാജ്യദ്രോഹികൾ. രാജ്യസ്നേഹികൾ ആരാണെന്ന് ലോകത്തിന് മനസ്സിലാക്കുവാനുള്ള നല്ല അവസരമാണിത്. തീവ്രവാദികളെ യാതൊരു തരത്തിലുള്ള അന്വേഷണവും കൂടാതെ ആരെങ്കിലും ഏതെങ്കിലും ഒരാളെ കുറിച്ച് ഒരു വാറോല എഴുതിയിട്ടാൽ അയാളെ അറസ്റ്റ് ചെയ്യാൻ, വിചാരണ കൂടാതെ അനന്തമായി അയാളെ ജയിലിൽ പാർപ്പിക്കാൻ അധികാരികൾക്ക് അവകാശം നൽകുന്ന നിയമമാണ് NIA ഭേദഗതി നിയമം. അതുപയോഗിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ മാത്രമല്ല, തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളായിട്ടുള്ളവരെ മുഴുവൻ പീഡിപ്പിക്കുവാൻ വേണ്ടി ഭരിക്കുന്ന കക്ഷിക്ക് കഴിയും, BJPക്ക് സാധിക്കും. CPIM അതിനെ ശക്തമായി എതിർത്തു. കുറ്റക്കാരാണെങ്കിൽ ശിക്ഷിക്കണം, എത്രയും വേഗം വിചാരണ നടത്തിയിട്ട്. ഒരാളുടെ മേൽ ഏതെങ്കിലും ഒരു വ്യക്തി അന്യായമായി എന്തെങ്കിലും ഒരു ആക്ഷേപം പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ പിടികൂടി ജയിലിലടച്ച് വിചാരണ കൂടാതെ അനന്തമായി അവരെ ജയിലിൽ പാർപ്പിക്കുന്ന ഏർപ്പാട് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് CPIM പറഞ്ഞു. കോൺഗ്രസ് അങ്ങനെ പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ നിയമത്തിന് അനുകൂലമായി വോട്ട് ചെയ്യുകയും കൂടി ചെയ്തു. പൗരത്വ ഭേദഗതി നിയമം അത് നമ്മളുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസ് വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നു, എതിർത്തില്ല. എതിർക്കാൻ കോൺഗ്രസ് മുന്നോട്ട് വന്നില്ല. ലീഗ് പോലും എതിർക്കാൻ തയ്യാറായില്ല. NIA ഭേദഗതി നിയമത്തിനെതിരായി കേരളത്തിൽ നിന്ന് ഒരേ ഒരു വോട്ടാണ് വീണത്. അത് മുസ്ലിം ലീഗിന്റെ MPമാരുടെ വോട്ടല്ല. കഴിഞ്ഞ പാർലമെന്റിൽ കേരളത്തിൽ നിന്ന് ജയിച്ച CPIMന്റെ ഏക മെമ്പർ AM ആരിഫ് മാത്രമാണ് ആ ബില്ലിനെതിരായി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയത്. പൗരത്വ ഭേദഗതി നിയമം നിങ്ങൾക്കറിയാം. പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കുടിയേറി പാർക്കുന്ന മുസ്ലിങ്ങൾക്കല്ലാത്ത മറ്റു എല്ലാ മതസ്ഥർക്കും പൗരത്വം നൽകും. മുസ്ലിങ്ങൾക്ക് മാത്രം പൗരത്വം നൽകില്ല. അവരെ തടങ്കൽ പാളയങ്ങളിൽ പാർപ്പിക്കും. അതാണ് പൗരത്വ ഭേദഗതി നിയമം പറയുന്നത്. ആ നിയമം രാജ്യത്ത് പാസാക്കിയ ഘട്ടത്തിലും കോൺഗ്രസ് ശക്തമായ എതിർപ്പ് ഉയർത്തിയില്ല. അവരുടെ മൗനം അവരെ രക്ഷിക്കും എന്നവർ കരുതി. എല്ലാ കാര്യത്തിലും ഇടതുപക്ഷത്തിന് ക്ലിപ്തമായ വ്യക്തമായ നിലപാടുണ്ടായിരുന്നു. അതാണ് ഒരു പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ചെയ്യേണ്ടത്. അത് ചെയ്യാൻ ഈ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉണ്ടായിട്ടുള്ളൂ. കലർപ്പില്ലാത്ത മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിക്കുവാൻ അവർക്കേ സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ വിഭാഗങ്ങളിലെ വർഗീയവാദികളും മതഭ്രാന്തന്മാരും കമ്മ്യൂണിസ്റ്റുകാരെ എതിർക്കുന്നത്. ഈ ഇരിക്കുന്ന ഏതാളെയാണ് ചൂണ്ടി നിങ്ങൾക്ക് പറയാൻ കഴിയുക ഇവരൊരു മുസ്ലിം വിരുദ്ധരാണെന്ന്, ഇവരൊരു ക്രിസ്ത്യൻ വിരുദ്ധരാണെന്ന്, ഇവരേതെങ്കിലും ഒരു ജനവിഭാഗത്തിന് വിരുദ്ധരാണെന്ന്, ഹിന്ദു വിരുദ്ധരാണെന്ന് പറയാൻ പറ്റുമോ? RSS പറയുന്നത് അതല്ലേ, കമ്മ്യൂണിസ്റ്റുകാർ ഹിന്ദു വിരുദ്ധരാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരും നേതാക്കന്മാരും ആക്രോശിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ മുസ്ലിം വിരുദ്ധരാണ്. ജമാഅത്തെ ഇസ്ലാമിക്കാർ പ്രചരിപ്പിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ ഇസ്ലാമിക വിരുദ്ധരാണ്. ഇവരൊക്കെ എന്താണ് ഇസ്ലാമിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്തത്? ഈ ഇരിക്കുന്ന ആളുകളിൽ ആരാണ് ഒരു പ്രശ്നം ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചെന്ന് പറഞ്ഞപ്പോഴും മുഖം തിരിച്ചു നിന്നത്? ഈ കമ്മ്യൂണിസ്റ്റുകാർ കൂടി ഇല്ലാതായാൽ ഈ നാട് മതഭ്രാന്തന്മാരുടേതായി മാറും. മുസ്ലിമിന്റെ പ്രശ്നം മുസ്ലിമിനെ പോയി കണ്ടല്ലാതെ പറയാൻ ഒരു മുസ്ലിമിന് ധൈര്യമില്ലാത്ത കാലം അതായിരിക്കും കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാത്ത കാലം. ഒരു ക്രൈസ്തവന്റെ പ്രശ്നം സംഘടനകളോടല്ലാതെ മറ്റൊരാളോട് പോയി പറയാൻ സാധിക്കാത്ത ഒരു കലികാലം അതായിരിക്കും കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത കാലം. കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത കേരളം അതായിരിക്കും. ഈ രാജ്യത്തുള്ള ഹിന്ദുക്കൾ അവരുടെ പ്രശ്നങ്ങൾ പറയാൻ RSSന്റെ ആഫീസിലേക്ക് മാത്രം പോകുന്ന ഒരു കാലം, ആ കാലമായിരിക്കും കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത കാലം. അങ്ങനെ മുസ്ലിമിന്റെ പ്രശ്നങ്ങൾ നോക്കുന്ന കാലം, ഹിന്ദുവിന്റെ മാത്രം പ്രശ്നങ്ങൾ നോക്കുന്ന കാലം, ക്രിസ്ത്യാനിയുടെ മാത്രം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന കാലം. അത്തരം ഒരു കാലം ഈ നാട്ടിൽ വരണമെന്ന് നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർത്തോ, യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിൽ ചെങ്കൊടി നിങ്ങൾ വലിച്ചെറിഞ്ഞോ, പ്രശ്നമില്ല. അങ്ങനെ ഒരു കേരളമാണ്
ഈ രാജ്യത്തുള്ള ആളുകൾ അഭിലഷിക്കുന്നതെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരെയും പ്രവർത്തകന്മാരെയും ചീത്ത വിളിച്ചോ നിങ്ങൾ, കുഴപ്പമില്ല. അതാണോ ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്? നമുക്കെപ്പോഴാണ്, ഏത് ഘട്ടത്തിലാണ് ആരുടെ സഹായം ആവശ്യമായി വരിക എന്ന് പറയാനൊക്കുമോ, പറയാൻ കഴിയുമോ? കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ നമ്മൾ എങ്ങനെയാണ് വളർന്നത്? ഈ വളപട്ടണത്തുകാർ നൂറ്റാണ്ടുകളായി ജീവിക്കുന്നത് എങ്ങനെയാണ്? സൗഹൃദത്തിലല്ലേ, സ്നേഹത്തിലല്ലേ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രാഷ്ട്രീയമായി വിമർശിച്ചോ, അതിലൊന്നും തെറ്റില്ല. ലീഗിന് വിമർശിക്കാം, ലീഗിന്റെ നേതാക്കന്മാർക്ക് വിമർശിക്കാം, ജമാഅത്തെ ഇസ്ലാമിക്ക് വിമർശിക്കാം, SDPIക്കും RSSനും വിമർശിക്കാം. പക്ഷേ നിങ്ങൾ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുമ്പോൾ മതത്തിന്റെ ആവരണം അണിയുന്നത്? കമ്മ്യൂണിസ്റ്റുകാരെ മുസ്ലിം വിരുദ്ധരും ഇസ്ലാമിക വിരുദ്ധരും ക്ഷേത്ര വിരുദ്ധരും ഹിന്ദു വിരുദ്ധരും ക്രിസ്ത്യൻ വിരുദ്ധരും എന്തിനാക്കുന്നു നിങ്ങൾ? അത് ചില പുരോഹിതന്മാർ, അവരും അത്തരം ഒരു ശ്രമം നടത്തുന്നു. കമ്മ്യൂണിസ്റ്റുകാര് ഏത് മതവിഭാഗത്തിന്റെ നേരായ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് പ്രതിബന്ധങ്ങൾ നിന്നിട്ടുള്ളത്? കമ്മ്യൂണിസ്റ്റുകാരും മതം നോക്കിയിട്ടില്ല എന്ത് നിയമം നാട്ടിൽ നടപ്പിലാക്കുമ്പോഴും. 1957 കേരളം രൂപീകൃതമായി. സഖാവ് EMSന്റെ നേതൃത്വത്തിലുള്ള പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നു. ആ സർക്കാരാണ് 1921 മലബാർ കലാപം അടിച്ചമർത്താൻ വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മാപ്പിള ഔട്ട്റേജസ് ആക്ട് എന്ന് പറയുന്ന കിരാത നിയമം അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞത്. കേരളത്തിൽ അധികാരത്തിൽ വന്ന പ്രഥമ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണ്. 10,000-കണക്കിന് പാവപ്പെട്ട മാപ്പിള കർഷകർക്ക് അവര് കൂരകെട്ടി താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന്, അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് അന്യായമായി ഭൂജന്മിമാർ കുടിയിറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കുടിയൊഴിപ്പിക്കൽ നിരോധന നിയമം കൊണ്ടുവന്നത്. മലബാറിൽ മലപ്പുറത്ത് അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ പാവപ്പെട്ട മാപ്പിള കർഷകരായിരുന്നു, മുസ്ലിം കർഷകരായിരുന്നു. അതിസമ്പന്നരായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഭൂമി കൂടുതലുള്ള വലിയ വലിയ പ്രമാണിമാർ, നമ്മൾ അവരെ ഭൂസ്വാമിമാർ എന്ന് വിളിക്കും. മുസ്ലിങ്ങൾക്കിടയിലുമുണ്ട് വലിയ ഭൂസമ്പത്തുള്ള ആളുകൾ. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏതൊക്കെ മുതലാളിമാരുടെ കയ്യിൽ അന്യായമായി ഏക്കർ കണക്കിന് ഭൂമി ഉണ്ടായിരുന്നുവോ അവരാരും ഈ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയവരോ പൊരുതിയവർക്ക് സഹായം ചെയ്തവരോ അല്ല. അവർ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനെതിരായി നിന്നതിന്റെ പേരിൽ, സ്വാതന്ത്ര്യ സമര സേനാനികളെ ഒറ്റുകൊടുത്തതിന്റെ പേരിൽ ബ്രിട്ടീഷുകാര് എഴുതിക്കൊടുത്ത തീരുകൊടുത്ത ഭൂമിയാണ് ഈ വലിയ ഏക്കർ കണക്കിന് ഹിന്ദു ജന്മിമാരുടെ അടുത്തും മുസ്ലിം ജന്മിമാരുടെ അടുത്തും ക്രിസ്ത്യൻ ജന്മിമാരുടെ അടുത്തും ഭൂമി എത്തിപ്പെടാൻ ഹേതുവായത്. അല്ലാതെ അവരാരും അധ്വാനിച്ചുണ്ടാക്കിയതോ കാശ് കൊടുത്തു വാങ്ങിയതോ അല്ല ആ ഭൂമിയൊന്നും. അവരിൽ നിന്ന് പിന്നീട് ഭൂപരിഷ്കരണ നിയമം വന്നപ്പോ ലക്ഷക്കണക്കിന് വരുന്ന കർഷകർക്ക് ഭൂമി കിട്ടി. പിന്നെ എങ്ങനെ കിട്ടി? 1970-കളായപ്പോ ഇവിടെ നിന്ന് ഒരുപാട് ആളുകൾ വിദേശങ്ങളിലേക്ക് ജോലിക്ക് പോയി. അവരവിടെ പോയി നയിച്ച് നന്നായി അധ്വാനിച്ച് ഇവിടെ വന്ന് ഭൂമി വാങ്ങി. അവരാണ് പണം കൊടുത്ത് ഭൂമി വാങ്ങിയത്. അതുപോലെ തന്നെ ഉദ്യോഗം കിട്ടിയ ഇവിടെ തന്നെ നിന്നയാളുകൾ അവരവരുടെ ഉദ്യോഗത്തിൽ നിന്ന് കച്ചവടത്തിൽ നിന്ന് ഒക്കെ ലഭിച്ച പണം കൊണ്ട് പണം കൊടുത്ത് ഭൂമി വാങ്ങി. അവരാണ് യഥാർത്ഥത്തിൽ ഈ കേരളത്തിന്റെ നേരവകാശികൾ എന്ന് പറയുന്നത്. അല്ലാതെ 1947 ഓഗസ്റ്റ് 15 ഈ നാടിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏക്കർ കണക്കിന് ഭൂമിയുണ്ടായിരുന്ന ഭൂജന്മിമാരല്ല, ഖാൻ ബഹദൂർമാരല്ല, സമ്പന്നന്മാരോ മുതലാളിമാരോ അല്ല കേരളത്തിന്റെ നേരവകാശികൾ. എന്നിട്ടിപ്പോ നമ്മൾ പറയും അയാള് നമുക്ക് സൗജന്യമായി തന്നു, സർക്കാരിന്റെ ആപ്പീസ് ഉണ്ടാക്കാൻ തന്നു. നല്ല കാര്യം തന്നെ. പക്ഷേ അതൊന്നും അവരാരും പണം കൊടുത്തു വാങ്ങിയിട്ടുള്ള ഭൂമി അല്ല. അവര് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാര് നിലത്തിന്റെ നികുതി വാങ്ങാൻ വേണ്ടി അവരെ ഏൽപ്പിച്ച ഭൂമിയാണ്. അത് ബ്രിട്ടീഷുകാർ പോയപ്പോ ആരുടേതായി? ഏൽപ്പിച്ച ആളുടേതായി. മലപ്പുറത്ത് ഒരുപാട് സമ്പന്നന്മാരായിട്ടുള്ള മാപ്പിളമാരുണ്ടായിരുന്നു, കുറച്ച്, ഒരുപാടല്ല കുറച്ച്. ആ കുറച്ച് മാപ്പിളമാർക്ക് വലിയ ഭൂസ്വത്തുണ്ടായിരുന്നു. അവരവിടുത്തെ വലിയ പ്രമാണിമാരാണ്. ആ പ്രമാണിമാര് 21 കലാപകാരികളെ ഒറ്റുകൊടുത്തവരാണ്. ആലി മുസ്ലിയാരെ ഒറ്റുകൊടുത്തവരാണ്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ഒറ്റുകൊടുത്ത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഖാൻ ബഹദൂർ പട്ടം സ്വീകരിച്ച് ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈവശപ്പെടുത്തിയവരാണ്. സാധാരണക്കാരുടെ കൂടെ നിൽക്കാൻ
അന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉണ്ടായുള്ളൂ. 921 മലബാറിൽ സ്വാതന്ത്ര്യ സമരമുണ്ടായപ്പോൾ സാധാരണക്കാരായിട്ടുള്ള മാപ്പിളമാരുടെ കൂടെ നിൽക്കാൻ ആരാണ് തയ്യാറായത്? അന്നത്തെ മുസ്ലിം ലീഗ് തയ്യാറായോ? കോൺഗ്രസ് തയ്യാറായോ? ഇല്ല. അന്ന് അത്തരം ഒരു സമീപനം സ്വീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. സഖാവ് എ കെ ഗോപാലൻ 1947 ഓഗസ്റ്റ് 15 ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോ ജയിലിലായിരുന്നു. എന്തിനാ ജയിലിൽ പോയത്? കമ്മ്യൂണിസ്റ്റുകാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് AKG പ്രസ്താവന നടത്തിയതിന്റെ പേരിലല്ല. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ഈ നാട്ടിൽ നടപ്പിലാക്കാൻ വേണ്ടി AKG നടത്തിയ പോരാട്ടത്തിന്റെ അടിസ്ഥാനത്തിലുമായിരുന്നില്ല AKG അറസ്റ്റ് ചെയ്തത്. 1921 മലബാർ കലാപത്തിന്റെ 25ാം വാർഷികം 946 പെരിന്തൽമണ്ണയിൽ വെച്ച് നടന്നപ്പോ ആലി മുസ്ലിയാരെയും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെയും മലബാറിലെ ധീരന്മാരായ രക്തസാക്ഷികളായ മാപ്പിള കേസരികളെയും രാജ്യസ്നേഹികൾ എന്ന് വിളിച്ചു. അതിന്റെ പേരിലാണ് സഖാവ് എ കെ ഗോപാലനെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. സ്വാതന്ത്ര്യം കിട്ടി. കോൺഗ്രസ് ഗവൺമെന്റ് എല്ലാവരെയും മുക്തരാക്കി, ജയിൽ മോചിതരാക്കി. എല്ലാ രാഷ്ട്രീയ തടവുകാരെയും. AKGയെ അപ്പോഴും വിട്ടില്ല. ആ സമയത്തും കോൺഗ്രസ് സർക്കാർ വിട്ടില്ല. എന്താ AKG ചെയ്ത തെറ്റ്? മലബാറിൽ ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ പാവപ്പെട്ട മുസ്ലിം കർഷകർ ജന്മിമാർക്കെതിരായി, ഹിന്ദു ജന്മിമാർക്കെതിരായി, മുസ്ലിം ജന്മിമാർക്കെതിരായി നടത്തിയിട്ടുള്ള പോരാട്ടം, ആ പോരാട്ടത്തിന് നേതൃത്വം നൽകുകയും ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് മരിക്കുകയും ചെയ്ത പാവപ്പെട്ട മനുഷ്യർ രാജ്യസ്നേഹികളാണ് എന്ന് സഖാവ് എ കെ ഗോപാലൻ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനമാണ് AKGയെ അറസ്റ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ഒരു കളക്ടർ ഉണ്ടായിരുന്നു, മലബാറിലെ കളക്ടർ. അദ്ദേഹമാണ് വാഗൺ ട്രാജഡി ദുരന്തം ഉൾപ്പെടെ നിരവധി ക്രൂരകൃത്യങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ആ ഹിച്ച്കോക്കിന് ഒരു സ്മാരകം പണിതു ബ്രിട്ടീഷ് ഗവൺമെന്റ് മലപ്പുറത്തിന്റെ വിരിമാറിൽ. ആ സ്മാരകം ആരാ പൊളിച്ചത്? ലീഗുകാരാണോ പൊളിച്ചത്? കോൺഗ്രസ് ആണോ പൊളിച്ചത്? 1967 കേരളത്തിൽ അധികാരത്തിൽ വന്ന രണ്ടാമത്തെ EMS സർക്കാരിലെ KSRTC മന്ത്രിയായിരുന്ന, ട്രാൻസ്പോർട്ട് മന്ത്രിയായിരുന്ന സഖാവ് ഇമ്പിച്ചി ബാവയാണ് ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിച്ച് തൽസ്ഥാനത്ത് ഒരു KSRTCയുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സ്ഥാപിച്ചത്. ഒരുപാട് കാലം നോക്കിയിട്ടുണ്ട്. 947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിക്കാൻ സമ്മതിച്ചില്ല ബ്രിട്ടീഷുകാരും. ബ്രിട്ടീഷുകാരെ പിന്നീട് ആ പ്രേതം കൂടിയ ഇന്ത്യക്കാരായ ബ്രിട്ടന്റെ മനസ്സുള്ളവരും അത് പൊളിക്കാൻ 967 സഖാവ് EMSന്റെ രണ്ടാം സർക്കാർ അധികാരത്തിൽ വരേണ്ടി വന്നു. അല്ലാതെ ലീഗുകാർ പൊളിച്ചതാണെന്നാണോ നിങ്ങൾ കരുതിയത് ഹിച്ച്കോക്കിന്റെ സ്മാരകം? മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ ശക്തി എന്തേ ഹിച്ച്കോക്കിന്റെ സ്മാരകം പൊളിക്കാൻ ഉപയോഗിച്ചില്ല? എന്തുകൊണ്ടാണ് ഉപയോഗിക്കാതിരുന്നത്? മലപ്പുറം നേർച്ച നിരോധിച്ചിരുന്നു. കാരണം മാപ്പിളമാര് കൂടും, അങ്ങനെ കൂടിയാൽ അത് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിലേക്ക് അവരെ കൊണ്ടുപോകും. അതുകൊണ്ട് പ്രസിദ്ധമായിട്ടുള്ള മലപ്പുറം നേർച്ച 921 ബ്രിട്ടീഷുകാർ നിരോധിച്ചു. 21 ആ നിരോധനം ഏർപ്പെടുത്തിയിട്ട് 957 47 രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി. 10 കൊല്ലം സ്വാതന്ത്ര്യം കിട്ടിയിട്ടും മലപ്പുറം നേർച്ച നടന്നില്ല. കാരണം ആ നിയമം പിൻവലിക്കണ്ടേ. അത് പിന്നീട് പിൻവലിച്ചു മലപ്പുറം നേർച്ച പുനഃസ്ഥാപിക്കപ്പെട്ടത് സഖാവ് EMS കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രിയായി അധികാരത്തിലേറ്റതിനു ശേഷമാണ്. ഇതൊക്കെ ചരിത്രമാണ്. ഞാൻ വെറുതെ വിടുവായിത്വം പറയുകയല്ല. ഇതെല്ലാം ചരിത്രമാണ്. ഇങ്ങനെയുള്ള പാർട്ടിയെ, ഇങ്ങനെയുള്ള ഒരു സംഘത്തെയാണ് മുസ്ലിം വിരുദ്ധർ, മതവിരുദ്ധർ എന്നൊക്കെ പറഞ്ഞ് സമൂഹ മധ്യത്തിൽ തെറ്റിദ്ധാരണകൾ പരത്താൻ വേണ്ടി ഒരു സംഘം ആളുകൾ ശ്രമിക്കുന്നത്. ഇതിനെതിരായി നിലകൊള്ളാൻ നമുക്ക് കഴിയണം, സാധിക്കണം. ശക്തമായി ഇത്തരം പ്രചണ്ഡമായ പ്രചാരവേലകൾക്കെതിരെ നമ്മൾ രംഗത്ത് വരണം. എന്തിനാണ് CPIMനെ ഇത്രയധികം ഇവരെല്ലാവരും കൂടി ചേർന്ന് വിമർശിക്കുന്നത്? ഇവിടുത്തെ മാധ്യമങ്ങൾ. നിങ്ങൾ ഈ മാധ്യമങ്ങൾ പറയുന്നതൊന്നും ഒരംശം വിശ്വസിക്കരുത്. ചാനലുകൾ പറയുന്നത് പച്ച നുണയാണ്. ചാനലുകൾ പറയുന്നതും പത്രങ്ങൾ പറയുന്നതും ശരിയായിരുന്നു എങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പൊ നിൽക്കുവോ? തിഹാർ ജയിലിലോ കണ്ണൂർ സെൻട്രൽ ജയിലിലോ എന്നെ ആജീവനാന്തം ശിക്ഷിച്ചിട്ടുണ്ടാവില്ലേ? വിശുദ്ധ ഖുർആന്റെ മറവിൽ സ്വർണം കടത്തി. ആ സ്വർണത്തിന്റെ മുസാഫ് കൊണ്ടുവന്നത് ഒരു വാഹനത്തിലാണ്.
ആ വാഹനത്തിന്റെ GPS തൃശ്ശൂരിൽ നിന്ന് കേടുവന്നു. പിന്നെ ആ വാഹനം നേരെ ബാംഗ്ലൂരിലേക്ക് പോയി. ബാംഗ്ലൂരിൽ സ്വർണമൊക്കെ ഇറക്കി. എന്തൊക്കെ അപസർപ്പക കഥകളായിരുന്നു ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ പത്രങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് തന്നെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കൊമ്പുള്ള അന്വേഷണ ഏജൻസികൾ വന്നല്ലോ, പരിശോധിച്ചില്ലേ? ഒരു തരി സ്വർണം എന്റെ കയ്യിൽ നിന്ന് കണ്ടുകെട്ടാൻ സാധിച്ചോ? ഈ അന്വേഷണ ഏജൻസികൾക്ക് 1 രൂപ അവിഹിതമായി എന്റെ കയ്യിൽ എത്തി എന്ന് ബാങ്ക് അക്കൗണ്ടുകൾ മുഖേന സ്ഥാപിക്കാൻ സാധിച്ചോ ഇവർക്ക്? ഇതാണ് കൂട്ടരെ ഇവിടുത്തെ പത്രങ്ങളെയും ചാനലുകളെയും നിങ്ങൾ വിശ്വസിക്കരുത് എന്ന് ഞാൻ പറയുന്നതിന്റെ അടിസ്ഥാനം. അവര് പറഞ്ഞതായിരുന്നു ശരിയെങ്കിൽ ഞാനിപ്പോ ജീവനോടെ ഉണ്ടാകുമായിരുന്നു. എന്തൊക്കെയായിരുന്നു അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത്? ഇതാ നാളെ അറസ്റ്റ്, അല്ല മറ്റന്നാൾ അറസ്റ്റ്, മറ്റന്നാൾ കഴിഞ്ഞാൽ 4-ാം നാൾ അറസ്റ്റ്, ഡൽഹിയിൽ അറസ്റ്റ് ചെയ്യും. ഞാൻ കാശ്മീർ പോയപ്പോ ഒരു കുറിപ്പെഴുതി. ലോകത്തെ എല്ലാ രാജ്യക്കാരും അങ്ങനെ തന്നെയാണ് പറയുന്നത് ആ പ്രദേശത്തെ കുറിച്ച്. UNO അടക്കം അങ്ങനെയാണ് പറയുന്നത്. അങ്ങനെ ഒരു വാക്ക് ഞാൻ മാത്രമല്ല, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്. ശ്രീമതി ഗാന്ധിയുടെ കാലത്ത് അവർക്ക് കരൺ സിംഗ് ഉൾപ്പെടെ എഴുതിയ കത്തിടപാടുകളിൽ എല്ലാം ഒരു പ്രദേശത്തെ കുറിച്ച് പറഞ്ഞ വാക്കാണ് ഞാൻ ഉപയോഗിച്ചത്. അതിന്റെ പേരിൽ എന്തൊക്കെ ബഹളം! ഇവിടുത്തെ പത്രമാധ്യമങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് അടങ്ങൂ എന്ന മട്ടിലായിരുന്നില്ലേ? ജലീൽ ഡൽഹിയിൽ നിന്ന് തടി തപ്പി, ഡൽഹി പോലീസ് കേരളത്തിലേക്ക്, ഇതാ അറസ്റ്റ് ചെയ്യുന്നു. എന്തോലൊക്കെയാണ് ഉണ്ടായത്? അവസാനം ഡൽഹി കോടതി ആ പരാതി എടുത്ത് ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞില്ലേ? ഇതാണ് ചാനൽ മുറിയിലിരുന്ന് വാർത്ത പറയുന്ന ഒരുത്തൻ പറയുന്നതും ഒരുത്തി പറയുന്നതും ഒരു ലെവലേശം വിശ്വസിക്കരുത് നമ്മൾ. അതിൽ സത്യമില്ല, സത്യത്തിന്റെ അംശമില്ല. സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഞാൻ ഉണ്ടാവുമ്പോ ഞാൻ പറയും സഖാവിന് കുറച്ചൊരു സമാധാനം ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ കുറെ എന്റെ നേർക്ക് ഇങ്ങനെ വന്നോളൂ. ഇപ്പോ സഖാവ് പിണറായി വിജയനെ എന്തൊക്കെ തോന്നിവാസങ്ങളാണ് സഖാവ് പിണറായി വിജയനെ കുറിച്ച് പറയുന്നത്. എന്താണ് ഇവർക്ക് പിണറായി വിജയനോട് ഇത്ര ഈർഷ്യ, ഇത്ര ദേഷ്യം എന്താണ്? ഈ പകയുടെ കാരണം മറ്റൊന്നുമല്ല. കേരളത്തിൽ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയിരുന്ന നിരവധി പദ്ധതികൾ ഈ കേരളത്തിൽ നടപ്പിലാക്കി. നാഷണൽ ഹൈവേയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 8 കൊല്ലം മുമ്പ് UDF സർക്കാർ ജനസാന്ദ്രത കൂടിയ കേരളത്തിൽ 8 വരി പാത യാഥാർത്ഥ്യമാവില്ല, സ്ഥലം ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പൂട്ടിവെച്ച ഫയലാണ് 1-ാം പിണറായി സർക്കാർ പൊടി തട്ടിയെടുത്തത്. കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 2000-ഓളം ഏക്കർ സ്ഥലം വില കൊടുത്ത് ഏറ്റെടുത്തു. 2000 ഏക്കർ സ്ഥലം. വീട് പോയ ആളുകൾ ഉണ്ടായിരുന്നു, കടകൾ പോയ ആളുകൾ ഉണ്ടായിരുന്നു, കെട്ടിടങ്ങൾ പോയ ആളുകൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ കീശ നിറയെ പണം കൊടുത്തു, കൈ നിറയെ പണം കൊടുത്തു. പിണറായി വിജയൻ പറഞ്ഞു, നിങ്ങളുടെ അക്കൗണ്ടിൽ പണം വന്നതിന് ശേഷം നിങ്ങൾ ഒഴിഞ്ഞു തന്നാൽ മതി നിങ്ങളുടെ ഭൂമിയിൽ നിന്ന്. നിങ്ങളുടെ വീട് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വീട് അത്യന്താധുനികമായി പുതിയ കാലത്ത് കയറ്റാൻ എത്ര രൂപ വരുമോ അത്ര രൂപ നിങ്ങൾക്ക് നൽകും. 1 കൊല്ലം നിങ്ങൾക്ക് വാടക വീട്ടിൽ താമസിക്കാനുള്ള വാടകയടക്കം സർക്കാർ നൽകും. നിങ്ങൾ നിങ്ങളുടെ പുരയിടത്തിൽ ഒരു വെണ്ടക്ക അതിന്റെ തൈ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ ആ വെണ്ടക്ക തൈക്ക്, വെണ്ടയുടെ തൈക്ക്, കൈപ്പയുടെ തൈക്ക് വരെ നഷ്ടപരിഹാരം ഗവൺമെന്റ് നൽകും. എല്ലാം കൊടുത്തില്ലേ? ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന പദ്ധതി യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കും. പാറശാല വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന 8 വരി പാതയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം എന്ന് ആദ്യമേ നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. എടോ, കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഇരുന്നിട്ടില്ലായിരുന്നു എങ്കിൽ ഈ നാഷണൽ ഹൈവേ ലോകാവസാനം വരെ ഉണ്ടാക്കാൻ കഴിയുമായിരുന്നില്ല, സാധിക്കുമായിരുന്നില്ല. അമ്മായിക്കളി കളിക്കണില്ല പിണറായി വിജയൻ എന്നാണ് ഇവരുടെയൊക്കെ ആക്ഷേപം. അമ്മായിക്കളി കളിക്കാൻ കുറേ നേതാക്കന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. പക്ഷെ കർശനമായ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കാൻ ചെങ്കൂറ്റമുള്ള ഒരാളെ ഇന്ന് കേരളത്തിലുള്ളൂ. അയാളുടെ പേരാണ് സഖാവ് പിണറായി വിജയൻ. എടോ, കോൺഗ്രസിന്റെയും ലീഗിന്റെയും 10,000 നേതാക്കന്മാരെ ഒരുമിച്ച് നിർത്തിയാലും നിങ്ങളുടെ നട്ടെല്ല് മുഴുവൻ എടുത്താലും പിണറായിയുടെ നട്ടെല്ലിന്റെ 4 അയലത്ത് അതുണ്ടാവില്ല. അതാണ് നിങ്ങളും പിണറായിയും തമ്മിലുള്ള വ്യത്യാസം. ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തൊക്കെയായിരുന്നു നാഷണൽ ഹൈവേക്ക് സ്ഥലമെടുക്കുമ്പോൾ സ്വീകരിച്ചത്? ഏതെങ്കിലും ഒരാള് വന്ന് എന്റെ സ്ഥലമെടുക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് അയാളുടെ ഫോട്ടോ പോയി പിടിക്കുന്നു. മലപ്പുറത്തൊക്കെ ജമാഅത്തെ ഇസ്ലാമിക്കാര്, SDPIക്കാര്, അവരുടെ കൂടെ ലീഗുകാര് അവരെല്ലാം ഇറങ്ങി. അവർക്കാർക്കും പക്ഷെ അവിടങ്ങളിലൊന്നും സ്ഥലമുണ്ടായിരുന്നില്ല. ഇപ്പോ
എന്തെങ്കിലും ഒരു സർക്കാർ പദ്ധതി വരുമ്പോഴേക്ക് ആളുകൾ ചാടിക്കയറി മുന്നോട്ട് വരികയാണ്. സ്ഥലം ഏറ്റെടുക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ നിന്റെ സ്ഥലം എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ഈ സർക്കാരിൽ ജനങ്ങൾ വിശ്വാസമർപ്പിച്ചു. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന നാഷണൽ ഹൈവേ 8 വരി പാത, സർവീസ് റോഡ് അടക്കം 8 വരി പാത, 2 ഭാഗത്തും 2 സർവീസ് റോഡുകൾ ഉൾപ്പെടെ 8 വരി പാതയുടെ നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗെയിൽ വാതക പൈപ്പ് ലൈൻ അത് അട്ടിമറിക്കാൻ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഈ പൈപ്പ് പോയാൽ പിന്നെ ഹിരോഷിമയിലും നാഗസാക്കിയിലും പൊട്ടിയ പോലെയുള്ള ബോംബായിരിക്കും പൊട്ടുക. ആ ഭാഗത്തേക്ക് അടുക്കാൻ കഴിയില്ല. കുട്ടികൾ രാവിലെ 1 പോയി ഇരുന്നാൽ അല്ലെങ്കിൽ 2 പോയി ഇരുന്നാൽ അവറ്റകൾ പൊട്ടിത്തെറിക്കും. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോ ആ പൈപ്പ് ലൈൻ ഇട്ട സ്ഥലത്ത് കൃഷി ചെയ്ത് ഞാറ് നട്ട് കൊയ്തുകൊണ്ടിരിക്കുകയാണ് ആളുകൾ, കൊയ്തുകൊണ്ടിരിക്കുകയാണ്. വല്ലതും പൊട്ടിയോ? ഗ്യാസ് പോയി തുടങ്ങിയിട്ടുണ്ട്. എറണാകുളത്ത് വീടുകളിൽ ഗ്യാസ് കണക്ഷൻ കൊടുത്തു തുടങ്ങി. പൈപ്പ് ലൈനിലൂടെ ഗ്യാസ് പോയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ പദ്ധതിയും പിണറായി വിജയൻ അല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുണ്ടെങ്കിൽ നടക്കുവോ? 4 ആളുകൾ ഉമ്മാക്കി കാണിച്ചാല് അതിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്ന് പിന്തിരിയുന്ന UDFന്റെ ഭരണകാലമല്ല സഖാവ് പിണറായി വിജയന്റെ ഭരണകാലം. കഴിഞ്ഞ വലിയ വേനൽ സമയത്ത് നമ്മളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഒരു ഫാന് കറങ്ങാതിരുന്നിട്ടുണ്ടോ? എന്താ കാരണം? കൊച്ചി മുതൽ എടമൺ വരെ പവർ ഹൈവേ വലിയ പോസ്റ്റിൽ 5-8 വലിയ കമ്പി വലിച്ചുകൊണ്ടുള്ള ലൈൻ പോകുന്നില്ലേ? നിങ്ങൾ കണ്ടിട്ടില്ല? 380 കിലോമീറ്റർ ആ ലൈൻ വലിക്കാൻ തടസ്സം നിന്നു. എല്ലാവരും തടസ്സം നിന്നു. എല്ലാ മതവിഭാഗക്കാരും എല്ലാവരെയും സഖാവ് പിണറായി വിജയൻ വിളിച്ചു. ഭൂരിപക്ഷം ആളുകളും പറഞ്ഞു കൊണ്ടുപോട്ടെ, സംസ്ഥാനത്തിന്റെ നേട്ടത്തിനല്ലേ, ഈ നാടിന്റെ പുരോഗതിക്കല്ലേ. ചില ആളുകൾ പറഞ്ഞു ഞങ്ങൾ സമ്മതിക്കില്ല, നിങ്ങളുടെ സമ്മതം ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ധൈര്യസമേതം എങ്ങനെയാണ് ഒരു ഭരണകർത്താവ് പെരുമാറേണ്ടത് എന്നുള്ളത് അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് സഖാവ് പിണറായി വിജയൻ മുന്നിലിറങ്ങിയപ്പോ കൊച്ചി ഇടമൺ പവർ ഹൈവേയും യാഥാർത്ഥ്യമായി. വിഴിഞ്ഞം തുറമുഖം അതിനെതിരെ എന്തൊക്കെ മാത്താങ്കൂത്തുകൾ നടത്തി. പുരോഹിതന്മാരെ രംഗത്തിറക്കിക്കൊണ്ട് പോലീസ് സ്റ്റേഷൻ അടിച്ചു തകർത്തിൽ. പോലീസുകാരെ പരിക്കേൽപ്പിച്ചില്ലേ? കേരളം ഞെട്ടിയില്ലേ? വിഴിഞ്ഞം തുറമുഖം പദ്ധതി നടക്കില്ല എന്ന് എല്ലാ ആളുകളും വിശ്വസിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയില്ലേ? ഒന്നും പറയാതെ എല്ലാം മനസ്സിലൊതുക്കി സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ പുരോഗതിയിലേക്ക് ഈ സംസ്ഥാനത്തെ വീണ്ടും നടത്തിച്ചു. അവസാനം ആ അസാമാന്യമായ ഉരുക്ക് മനുഷ്യന്റെ നിശ്ചയദാർഢ്യത്തിന് മുമ്പിൽ വിഴിഞ്ഞം പോർട്ടും തുറമുഖവും യാഥാർത്ഥ്യമായില്ലേ? വലിയ ചരക്ക് കപ്പലെത്തി ചരക്കിറക്കി പോയില്ലേ? എടോ, ഇതാണ് കാലം കരുതി വെച്ച ഭരണകർത്താവ് എന്ന് പറയുന്നത് സഖാവ് പിണറായി വിജയൻ. നിലപാടെടുത്ത് പോകാൻ കരുത്തുറ്റ ഭരണാധികാരികൾക്കേ സാധിക്കൂ. അത് സഖാവ് പിണറായി വിജയനാണ്. എന്നിട്ട് എന്തൊക്കെ തോന്നിവാസങ്ങൾ ഓരോരുത്തർ പ്രസംഗിക്കുന്നത് കേട്ടാൽ ലജ്ജിച്ച് തലതാഴ്ത്തി പോകും. എടാ എടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രഭാഷണം. അഴീക്കോട്ടെ മുൻ MLA എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് ഇപ്പോ കോടതിയിൽ നിന്ന് എഴുന്നേൽക്കാൻ സമയമില്ല. എന്നെ വെല്ലുവിളിച്ചതാണ് അഴീക്കോട്ടേക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു സുമേഷിനോട് ഞാൻ വരേണ്ട കാര്യമില്ല മലപ്പുറത്ത് നിന്ന്, സുമേഷെ എന്നെ നോക്കിക്കാളാന്ന് പറഞ്ഞു. അങ്ങനെ കൊട്ടക്കൈലോളം പോകുന്ന സുമേഷാണ് ഈ വലിയ വെല്ലുവിളി വീരനെ തോൽപ്പിച്ച് മറമാടിയത്. ഇപ്പൊ ഇവിടെ നിൽക്കാൻ ധൈര്യമില്ല. ഇപ്പൊ മലപ്പുറത്ത് എന്നോട് മത്സരിക്കാൻ പറയാം. ഞാൻ പറഞ്ഞു ഞാനിപ്പോ 4 തവണ തുടർച്ചയായിട്ട് മത്സരിച്ച് ജയിച്ചു. മലപ്പുറത്ത് നിന്ന് തുടർച്ചയായി 4 തവണ ജയിക്കുന്ന ആദ്യത്തെ ഇടതുപക്ഷക്കാരനാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാന് പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്കില്ല, ഇനി പൊതു രാഷ്ട്രീയ രംഗത്ത് മറ്റു കാര്യങ്ങൾ എഴുത്ത്, ഇതുപോലെ പ്രസംഗം, സെമിനാർ അങ്ങനെ പോകാനാണ് എനിക്ക് താല്പര്യം എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വന്ന് പ്രസംഗിച്ചിരിക്കുക. മലപ്പുറത്ത് എവിടെയെങ്കിലും മത്സരിക്കാൻ ധൈര്യമുണ്ടോ? പിന്നെ ഞാൻ 4 തവണ മത്സരിച്ചത് ചന്ദ്രനില്ല. മുഹമ്മദ് അലി ക്ലേണ്ട് പണ്ട് ബോക്സിംഗ് നിർത്തി, അദ്ദേഹം റിട്ടയർ ചെയ്തു. അതിനുശേഷം പിന്നെ മുഹമ്മദ് അലി ക്ലേനെ ബോക്സിങ്ങിന് വെല്ലുവിളിച്ച ആളുകളെ പോലെ അവിടെ വന്ന് ഇപ്പൊ എന്റെ ചെലവിൽ എങ്ങനെയെങ്കിലും അവിടെ വരണം, അവിടെ മലപ്പുറത്ത് മത്സരിക്കണം. എന്താ അഴീക്കോട് പറ്റൂല? 10 കൊല്ലം ഈ നിയോജക മണ്ഡലത്തിലെ ആളുകളെ സേവിച്ച മഹാനല്ലേ, ഇവിടെ എന്താ നിൽക്കാൻ ധൈര്യമില്ലാത്തത്? എന്തിനാണ് മണ്ഡലം മാറിപ്പോകുന്നത്? എന്തിനാണ് മലപ്പുറത്തേക്ക് ഓടി വരുന്നത്? ഇവിടെ നിൽക്ക്, ധൈര്യമുണ്ടെങ്കിൽ. സുമേഷ് മതി, ഞങ്ങളാരും വേണ്ട. ഓൻ ചെറുപ്പക്കാരനാ, കുട്ടിയാ, ഓൻ തന്നെ ധാരാളാ. ഇപ്പൊ നാട്ടുകാർക്ക് മനസ്സിലായി ഒരു MLA എങ്ങനെയാണ്, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത്. സുമേഷ് എത്താത്ത സ്ഥലങ്ങളില്ല. ആളുകൾക്ക് ഏത് സമയത്തും സുമേഷിനെ കാണാൻ ചെല്ലാം. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ള ഒരു മേഖലയാക്കി ഈ പ്രദേശത്തെ
സുമേഷ് നേരത്തെ ഉള്ള ശക്തിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ഘട്ടത്തിലേ ഉണ്ടാകും. ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള വാക്പ്രയോഗങ്ങൾ സഖാവ് പിണറായിയെ പോലെ കോടിയേരിയെ പോലെയുള്ള നേതാക്കന്മാരെ എത്ര മോശമായിട്ടാണ് ഇവരൊക്കെ ചിത്രീകരിച്ച് ഇവരൊക്കെ നടന്നിരുന്നത്. മുസ്ലിം ലീഗിനൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിന്റെ നാലയലത്തെത്താൻ ഇവർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് CH മുഹമ്മദ് കോയ സാഹിബ് മലപ്പുറത്തെ തിരൂരിൽ ഒരു വലിയ മുസ്ലിം ലീഗിന്റെ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയാണ്. അപ്പൊ ആ കാലത്ത് കോൺഗ്രസ്സുകാര് ലീഗിനെതിരെ വളരെ ശക്തമായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കുകയാണ്. ബാഫക്കി തങ്ങളെ മൊട്ടത്തലയിൽ 5-8 മുളപ്പിക്കും എന്ന് പറഞ്ഞിട്ടുള്ള മുദ്രാവാക്യം കോൺഗ്രസ്സുകാര് മലപ്പുറത്ത് തെരുവോരങ്ങളിൽ മുഴുവൻ വിളിക്കുന്ന സമയമാണ്. ആ ഘട്ടത്തിലാണ് മുസ്ലിം ലീഗിന്റെ മഹാസമ്മേളനം CHന്റെ സാന്നിധ്യത്തിൽ തിരൂരിൽ ചേരുന്നത്. അപ്പൊ അന്ന് തിരൂരിലെ ഒരു പ്രാദേശിക മുസ്ലിം ലീഗിന്റെ നേതാവുണ്ട്, CMT അബൂബക്കർ സാഹിബ്. ആ CMT അബൂബക്കർ സാഹിബ് സ്വാഗത പ്രസംഗം നടത്തി അദ്ദേഹം ആവേശം മൂത്ത് കോൺഗ്രസ്സുകാരോട് പറഞ്ഞു, ഞങ്ങളുടെ മഹാനായ നേതാവ് ബാഫക്കി തങ്ങളുടെ മൊട്ടത്തലയിൽ നിങ്ങൾ 5-8 മുളപ്പിച്ചാൽ ഇന്ദിരാഗാന്ധിയുടെ പാ എന്നേ പറഞ്ഞുള്ള. അപ്പോഴേക്ക് CH പിന്നിൽ നിന്ന് CMT അബൂബക്കറിനെ ബലാത്കാരം പിടിച്ചിരുത്തി മൈക്ക് വാങ്ങി പ്രസംഗം തുടങ്ങി. അതാണടോ മുസ്ലിം ലീഗ്, അതാണ് ലീഗിന്റെ സംസ്കാരം. പാ എന്നേ പറഞ്ഞുള്ളൂ, ബാക്കി പറയാൻ സമ്മതിച്ചില്ല CH മുഹമ്മദ് കോയ സാഹിബ്. ആ ലീഗിന്റെ പാരമ്പര്യത്തിൽ നിന്ന്, ഉത്കൃഷ്ടമായിട്ടുള്ള ശീലങ്ങളിൽ നിന്ന്, രീതികളിൽ നിന്ന് വർത്തമാനകാലത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ എത്ര മാറി അവരാലോചിക്കണം. ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃപദവിയിൽ ഇരുന്നിട്ടുണ്ട്. നിങ്ങളുടെ പഴയ MLA, ഞാൻ ജനറൽ സെക്രട്ടറിയായ കമ്മിറ്റിയിൽ ട്രഷററായിരുന്നു. ഞങ്ങൾ അന്നൊക്കെ പ്രസംഗിക്കാറുണ്ട്. പക്ഷെ ഒരു വ്യക്തിയെ ഇങ്ങനെ മോശമായി ഞങ്ങൾ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ എടാ പിണറായി എന്നൊക്കെ പറഞ്ഞ് എന്തൊരു മോശമായിട്ടുള്ള പദപ്രയോഗങ്ങൾ. ഇങ്ങനെയുള്ള ആളുകളെ ആയിരുന്നോ നിങ്ങൾ 10 കൊല്ലം ജയിപ്പിച്ചത്? സത്യത്തിൽ നിങ്ങളോട് മനസ്സിന്റെ ഏതോ ഒരു കോണിൽ ഇങ്ങനെയുള്ള ഒരാളെ ആണോ ഈ നാട്ടുകാർ ജയിപ്പിച്ചത് എന്ന് ചിലപ്പോഴെങ്കിലും ഓർക്കും. ചില കപടന്മാരുടെ കാപട്യം പുറത്തു വരാൻ കുറച്ച് വൈകി, അതാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. വൈകിയെങ്കിലും നിങ്ങൾ തെറ്റുതിരുത്തി സുമേഷിനെ പോലെ മിടുക്കനായ, മതനിരപേക്ഷത തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു ചെറുപ്പക്കാരനെ നിങ്ങൾ കേരള നിയമസഭയിലേക്ക് അയച്ചു. അദ്ദേഹം കേരള നിയമസഭയിൽ മികച്ച പെർഫോമൻസ് ആണ് നടത്തുന്നത്. ആ കാര്യത്തിൽ എനിക്ക് വളരെ സ്നേഹവും ഇഷ്ടവും അദ്ദേഹത്തോടുണ്ട്.